നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. ഫെഡറൽ ബാങ്ക് അപ്രന്റീസ് റിക്രൂട്ട്മെന്റ് 2026 വിജ്ഞാപനം പുറത്തിറക്കി. കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലെ ബാങ്കിന്റെ ശാഖകളിലും ഓഫീസുകളിലുമായി ഒരു വർഷത്തെ അപ്രന്റീസ്ഷിപ്പ് പരിശീലനത്തിനായി യോഗ്യരായ ബിരുദധാരികളെ നിയമിക്കുന്നതിനാണ് ഈ വിജ്ഞാപനം. അപ്രന്റീസ്ഷിപ്പ് നിയമം 1973 പ്രകാരമാണ് ഈ അവസരം. 2026 മാർച്ച് 1-ന് 28 വയസ്സോ അതിൽ കുറവോ പ്രായമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ യോഗ്യത. 1998 മാർച്ച് 1-നോ അതിനുശേഷമോ ജനിച്ചവർക്ക് അപേക്ഷിക്കാം. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ് അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷിക്കാൻ അർഹതയുള്ളത്. മുമ്പ് മറ്റൊരു അപ്രന്റീസ്ഷിപ്പ് പരിശീലനവും നേടിയിട്ടുള്ളവരായിരിക്കരുത്. ബിരുദം പാസ്സായതിനു ശേഷം 4 വർഷം പൂർത്തിയാക്കാത്തവരായിരിക്കണം അപേക്ഷകർ. ഒരു വർഷത്തിൽ കൂടുതൽ തൊഴിൽ പരിചയം ഉള്ളവർക്ക് ഈ അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമിന് അപേക്ഷിക്കാൻ കഴിയില്ല. കുറഞ്ഞത് 50% മാർക്കോടെ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് മുഴുവൻ സമയ ബിരുദം നേടിയവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. എല്ലാ ഇന്ത്യൻ സർവകലാശാലകളിൽ നിന്നുമുള്ള ബിരുദങ്ങളും പരിഗണിക്കും. NATS അപ്രന്റീസ്ഷിപ്പ് പോർട്ടൽ വഴി ചെയ്ത് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ഫെഡറൽ ബാങ്കിന്റെ ഈ റിക്രൂട്ട്മെന്റ് ബിരുദധാരികളെ മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. ഇത് ഒരു വർഷത്തെ പരിശീലന പരിപാടിയാണ്, സ്ഥിരമായ ജോലിയല്ല. പ്രതിമാസം 18,000 രൂപയാണ് സ്റ്റൈപ്പൻഡ്. കാലയളവ് പൂർത്തിയാക്കുന്നതിലൂടെ ഉദ്യോഗാർത്ഥികൾക്ക് വിലപ്പെട്ട തൊഴിൽ പരിചയം നേടാൻ സാധിക്കുമെന്നുള്ളതാണ് ഹൈലൈറ്റ്. HRTD REC ആപ്പ് 2/206 എന്ന നോട്ടിഫിക്കേഷൻ നമ്പറിലാണ് ഫെഡറൽ ബാങ്ക് അപ്രന്റീസ് റിക്രൂട്ട്മെന്റ് 2026 വിജ്ഞാപനം പുറത്തിറക്കിയത്. ഒഴിവുകളുടെ വിശദാംശങ്ങൾ, യോഗ്യത, പ്രായപരിധി, അപേക്ഷാ നിർദ്ദേശങ്ങൾ, പ്രധാനപ്പെട്ട തീയതികൾ, തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്നിവയെല്ലാം മനസ്സിലാക്കാൻ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം ഡൗൺലോഡ് ചെയ്ത് ശ്രദ്ധാപൂർവം വായിക്കേണ്ടതാണ്. ഈ റിക്രൂട്ട്മെന്റിന് അപേക്ഷാ ഫീസ് രേഖപ്പെടുത്തിയിട്ടില്ല. നിശ്ചിത സമയത്തിനുള്ളിൽ NATS പോർട്ടൽ വഴി ഉദ്യോഗാർത്ഥികൾ രജിസ്ട്രേഷനും അപേക്ഷയും പൂർത്തിയാക്കിയാൽ മാത്രമേ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സാധിക്കുകയുള്ളൂ. അപേക്ഷകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ശേഷം അഭിമുഖം അല്ലെങ്കിൽ ബാങ്ക് തീരുമാനിക്കുന്ന മറ്റേതെങ്കിലും തെരഞ്ഞെടുപ്പ് രീതികളിലൂടെയാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. അപേക്ഷകൾ സമർപ്പിച്ച ശേഷം തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ അടുത്ത ഘട്ടങ്ങൾക്കായി ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കേണ്ടതാണ്. പരിശീലനത്തിൻ്റെ കാലാവധി ജോലിക്ക് പ്രവേശിക്കുന്ന തീയതി മുതൽ 1 വർഷമായിരിക്കും. അഭിമുഖത്തിനുള്ള തീയതികൾ ഫെഡറൽ ബാങ്ക് പിന്നീട് അറിയിക്കുന്നതാണ്. അപേക്ഷാ ഫോം പൂരിപ്പിക്കുമ്പോൾ വ്യക്തിഗത വിവരങ്ങൾ, വിദ്യാഭ്യാസ യോഗ്യതകൾ, ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ എന്നിവ കൃത്യമായി നൽകാൻ ശ്രദ്ധിക്കണം. ഒപ്പം ഫോട്ടോയും യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ എന്നിവ നിർദ്ദിഷ്ട ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഫോം സമർപ്പിക്കുന്നതിന് മുമ്പ് എല്ലാ വിവരങ്ങളും ശ്രദ്ധാപൂർവം വായിച്ച് ഉറപ്പുവരുത്തണം. ഭാവി റഫറൻസിനായി സമർപ്പിച്ച അപേക്ഷയുടെ പ്രിൻ്റ് കോപ്പിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.